ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആൻ. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്? റബീഉൽ അവ്വൽ 12 AD 571. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഏത്? മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേയൊരു സ്വഹാബി ആര്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ദുന്നൂറൈൻ എന്നറിയപ്പെടുന്നത് ഏത് സ്വഹാബിയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സെയ്ഫുള്ള എന്നറിയപ്പെടുന്നത് ഏത് സ്വഹാബിയാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ച സ്ഥലം ഏത്? ബൈത്തുൽ മുഖദ്ദസ്. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114 സൂറത്തുകൾ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറ അൽ ബഖറ. ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ആയത്ത് ഏത്? ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ ബീവിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 4 മക്കൾ. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ബനു സഅദ് ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റക്ക് പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര്? അസ്മ ബിൻത്ത് അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? വഹബ് ബിനു സുഹൈൽ. അസദുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആര്? ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി എന്തായിരുന്നു? കച്ചവടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയ മകളുടെ പേരെന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പരസ്യമായി പ്രഖ്യാപിച്ചത് ഏത് മലമുകളിൽ വെച്ചാണ്? സ്വഫ മലമുകളിൽ വെച്ച്. ഇഞ്ചീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്
ഏത് പേരിലാണ്? അഹ്മദ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം ജീവിച്ചു? 53 വർഷം. പ്രവാചക പത്നിമാരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടത് ആരാണ്? ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ. സൂറത്ത് ത്വാഹയിലെ വചനത്താൽ ഏത് സ്വഹാബിയാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെടുമ്പോൾ ഓതിയ സൂറത്ത് ഏതാണ്? സൂറത്ത് യാസീൻ. അടിമത്ത മോചനം ലഭിച്ചവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർഷമാണ് രഹസ്യമായി പ്രബോധനം ചെയ്തത്? ആദ്യത്തെ 3 വർഷം. ഖുറൈശികൾ പ്രബോധനത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോൾ എവിടെ വെച്ചാണ് പ്രബോധനം ചെയ്തത്? ദാറുൽ അർക്കം, അർക്കമിൻ്റെ വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആരാണ്? ഹുബാബ് ബിനു മുൻദിർ. ഇസ്മായിൽ നബിക്ക് അള്ളാഹു കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു? അൽ അമീൻ, സിദ്ദീഖ്. 2025 എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 1500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു? അൽ അമീൻ. ഹിറാ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്കയിലെ ജബൽ നൂറിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. അബൂ ലഹബിൻ്റെ അപരനാമം എന്താണ്? അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യപ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചു? 30 പേർ. പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷം ഏത്? നുബൂവത്തിൻ്റെ 10-ാം വർഷം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം പ്രബോധനം നടത്തി? 23 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം മുലയൂട്ടിയ അടിമ സ്ത്രീ ആര്? സുവൈബ. നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ലോക നേതാവാണ്. സർവ്വലോകത്തിനും കാരുണ്യമായി അള്ളാഹു ഇദ്ദേഹത്തെയാണ് നിയോഗിക്കാൻ പോകുന്നത് എന്ന് അബൂ ത്വാലിബിനോട് പറഞ്ഞ ക്രൈസ്തവ പുരോഹിതൻ ആര്? ബഹീറ അഥവാ ജോർജസ്. അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവ് ആര്? ഹാഷിം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആരാണ്?
ഖദീജ റളിയല്ലാഹു അൻഹ. യദ്രിബിലെ ഏത് ഗോത്രവുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുടുംബ ബന്ധം ഉണ്ടായിരുന്നത്? ബനു നജ്ജാർ ഗോത്രവുമായി. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു അരീഖത്ത്. പ്രബോധനാർത്ഥം പ്രവാചകൻ അയച്ച കത്ത് വലിച്ചു കീറിയ ചക്രവർത്തി ആര്? പേർഷ്യൻ ചക്രവർത്തി കിസ്ര പർവേസ്. ഹിജ്റ എത്രാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചത്? ഹിജ്റ 10-ാം വർഷം. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫതഹ് ആയത്ത് 29. യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നി പിടിപ്പിച്ച സ്വഹാബി ആര്? ഉത്തരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു? ഒരു തവണ. നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഉത്തരം ഹിജ്റ 10-ാം വർഷം. ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.